വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ കുടുംബക്കാരോ കൂട്ടുകാരോ എന്തിന് ശരീരത്തിന്റെ അവയവം പോലും കാണില്ല, അവിടെ എതിരാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആരുമില്ലാത്ത ആ ദിവസം രക്ഷപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും സഹായിക്കാനില്ലാത്ത ആ ദിവസം രക്ഷപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചില ഭാഗ്യവാന്മാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വ്യഭിചാരിയായ ഒരു പെണ്ണ് ഒരു പട്ടി ചാകാൻ കടന്നപ്പോൾ ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോൾ അല്ലാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആരാണ് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ ഭാഗ്യവാൻ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലതാ തന്റെ സ്വഹാബത്തിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തെ രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. നമ്മുടെ വാപ്പയായ ആദം നബിയും നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ മാതാപിതാക്കൾ അടിച്ചു പൊളിച്ചു നടന്ന നമ്മുടെ തറവാടുണ്ടല്ലോ, റിദ്വാൻ എന്ന മലക്കിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഒരു മുടി ഏഴായിട്ട് മുറിച്ചിട്ട് അതിലൊരു അംശം ഇതുപോലെ നേർമയുള്ളതാണോ, അതുപോലെയുള്ള വാളിന്റെ അഗ്രഭാഗത്തിനെക്കാളും മൂർച്ചയുള്ള വല്ലാത്ത വഴിവെടുപ്പുള്ള വല്ലാത്ത ഇരുട്ട് നിറഞ്ഞ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ നടന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലെത്തുമ്പോ എന്ന് പറയുന്ന മലക്കു അസ്സലാമു അലൈക്കും എന്ന സ്വലാം പറഞ്ഞുകൊണ്ട് പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന ആ ഭാഗ്യവാന്മാരാരെന്നറിയുവോ? അള്ളാഹു ജീവിതത്തിൽ പ്രയാസവും ദുഃഖവും ദുരിതവും എല്ലാ പ്രയാസങ്ങളും ജീവിതത്തിൽ അള്ളാഹു അതാ ദുഃഖങ്ങൾ കൊടുക്കുമ്പോ, അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനമാ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ പടച്ചുറപ്പ് തീരുമാനിച്ച കാര്യമാ. ഇതിൽ ക്ഷമിക്കൽ എന്റെ ബാധ്യതയാണ്, എന്റെ കടമയാണ്, അത് ഈമാനിന്റെ അടയാളമാണ് എന്ന്